Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. സ്നേക്ക് മെനസ് എന്നാൽ ഭീഷണി, ശല്യം, ഇതൊക്കെയാണ് അർത്ഥം. കേരള എച്ച് സി എന്നത് ഹൈക്കോർട്ട് എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. കേരള ഹൈക്കോർട്ട് ഓർഡേഴ്സ്. കേരള ഹൈക്കോടതി ഉത്തരവിടുന്നു ലോക്കൽ ബോഡികളോട്. ലോക്കൽ ബോഡീസ് എന്നാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതാണ് ഈ സ്ഥാപനങ്ങളോട്, ലോക്കൽ ബോഡീസിനോട് കേരള ഹൈക്കോടതി ഉത്തരവിടുന്നു ടു ക്ലിയർ എന്നാൽ ഇവിടെ വെട്ടിത്തളിക്കുക എന്നുള്ള അർത്ഥമാണ്. കാട് വെട്ടി വൃത്തിയാക്കുക. ടു ക്ലിയർ വെട്ടിത്തളിക്കാൻ വേണ്ടി അബാൻഡൻഡ് എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. അബാൻഡൻഡ് ലാൻഡ്, ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം. ഓൺ എക്സ്പെൻസ്. ഓൺ എന്നാൽ സ്വന്തം, എക്സ്പെൻസ് എന്നാൽ ചിലവ്. ഓൺ എക്സ്പെൻസ്, സ്വന്തം ചിലവിൽ. പാമ്പ് ഭീഷണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം ചെലവിൽ വെട്ടിത്തളിക്കണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. ഒരു സ്ഥലത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിലും പാമ്പുകളുടെ ഭീഷണി ഉണ്ടാകുന്ന കാട് പിടിച്ച സ്ഥലങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഉടൻ വെട്ടിത്തളിക്കണം. അതിൻ്റെ ചെലവ് പിന്നീട് ഉടമയെ കണ്ടെത്തുമ്പോൾ ഈടാക്കാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. കൊച്ചി ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ്. സിഗ്നിഫിക്കൻ്റ് എന്നാൽ പ്രധാനപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. ജഡ്ജ്മെൻറ്റ് എന്നാൽ വിധി. പ്രധാനപ്പെട്ട വിധി. എയിംഡ് അറ്റ് പബ്ലിക് സേഫ്റ്റി, പൊതുസുരക്ഷയെ ലക്ഷ്യമാക്കി. ഇതാണ് അർത്ഥം. എയിംഡ് എന്നാൽ ലക്ഷ്യമാക്കി. പബ്ലിക് സേഫ്റ്റി, പൊതുസുരക്ഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിധിയിൽ ദ കേരള ഹൈക്കോർട്ട് ഹാസ് റൂൾഡ് എന്നാൽ വിധിച്ചു എന്നുള്ള അർത്ഥം. വിധി പറഞ്ഞു ദാറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കനോട്ട് റിമെയിൻ എന്നാൽ തുടരാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയാവാൻ സാധിക്കില്ല. എങ്ങനെ? പാസീവ് സ്പെക്ടേറ്റേഴ്സ് എന്നാൽ അർത്ഥം കാഴ്ചക്കാർ എന്നുള്ള അർത്ഥമാണ്. കാണികൾ. പാസീവ് സ്പെക്ടേറ്റേഴ്സ്, കാഴ്ചക്കാരായി നിൽക്കുന്നവർ എന്നുള്ള അർത്ഥമാണ്. നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന ആളുകൾ, ഇതാണ് അർത്ഥം. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ഓവർഗ്രോൺ പ്രൈവറ്റ് പ്ലോട്ട്സ് ടേൺ ഇൻ ടു ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഫോർ വെനമസ് സ്നേക്സ്. ഓവർഗ്രോൺ പ്രൈവറ്റ് പ്ലോട്ട്സ് എന്നാൽ കാട് പിടിച്ച് വളർന്ന സ്വകാര്യ ഭൂമികൾ എന്നുള്ള അർത്ഥമാണ്. ഓവർഗ്രോൺ എന്നാൽ കാട് പിടിച്ച എന്നുള്ള അർത്ഥമാണ്. അമിതമായി കാട് പിടിച്ച. പ്രൈവറ്റ് പ്ലോട്ട്സ്, സ്വകാര്യ ഭൂമികൾ, ഇതാണ് അർത്ഥം. പ്രൈവറ്റ് പ്ലോട്ട്സ്. ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ഫോർ വെനമസ് സ്നേക്സ്, ഇതിനർത്ഥം വിഷപ്പാമ്പുകൾ പെരുകുന്ന സ്ഥലങ്ങൾ എന്നുള്ള അർത്ഥമാണ്. വെനമസ് സ്നേക്സ് എന്നാൽ വിഷപ്പാമ്പുകൾ. ബ്രീഡിംഗ് ഗ്രൗണ്ട് എന്നാൽ പെരുകുന്ന സ്ഥലങ്ങൾ. പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന വിധിയിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ വിഷപ്പാമ്പുകളുടെ വളർച്ചാ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു. ആ സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ പാടില്ല. കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ സാധിക്കില്ലെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. ദ കോർട്ട് എംഫസൈസ്ഡ് ദാറ്റ്. എംഫസൈസ് എന്നാൽ ഊന്നി പറയുക എന്നുള്ള അർത്ഥം. ദ കോർട്ട് എംഫസൈസ്ഡ് ദാറ്റ്, കോടതി ഊന്നി പറഞ്ഞു ലോക്കൽ ബോഡീസ് മസ്റ്റ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നാൽ പെട്ടെന്നുള്ള നടപടി. ഇമ്മീഡിയറ്റ് എന്നാൽ പെട്ടെന്ന്, ആക്ഷൻ എന്നാൽ നടപടി. മസ്റ്റ് ടേക്ക് എന്നാൽ തീർച്ചയായും എടുക്കണം. ലോക്കൽ ബോഡികൾ പെട്ടെന്ന് തീർച്ചയായിട്ടും നടപടിയെടുക്കണം. എന്തിനുള്ള നടപടി? ടു ക്ലിയർ, വൃത്തിയാക്കാനുള്ള നടപടി. വെട്ടി വൃത്തിയാക്കാനുള്ള നടപടി. സച്ച് പ്രോപ്പർട്ടീസ്, അത്തരത്തിലുള്ള സ്വത്തുക്കൾ. വിത്തൗട്ട് വെയിറ്റിംഗ്, കാത്തിരിക്കാതെ. ടു ഐഡൻറ്റിഫൈ, തിരിച്ചറിയാൻ, കാത്തിരിക്കാതെ, കണ്ടെത്താൻ കാത്തിരിക്കാതെ. ഓർ ട്രേസ് ദ ലാൻഡ് ഓണേഴ്സ് എന്നാൽ ഭൂ ഉടമസ്ഥർ. വിത്തൗട്ട് വെയിറ്റിംഗ് ടു ഐഡൻറ്റിഫൈ
ഓർ ട്രേസ് ദ ലാൻഡ് ഓണേഴ്സ്. ഭൂ ഉടമയെ കണ്ടെത്താൻ കാത്തിരിക്കാതെ എന്നുള്ള അർത്ഥമാണ്. അഫേമിംഗ് ദാറ്റ് ലോക്കൽ അതോറിറ്റീസ് പൊസസ് ദ അബ്സല്യൂട്ട് ലീഗൽ പവർ ടു ഡു സോ. ടു ഡു സോ എന്നാൽ അങ്ങനെ ചെയ്യാൻ എന്നുള്ള അർത്ഥമാണ്. അബ്സല്യൂട്ട് ലീഗൽ പവർ എന്നാൽ പൂർണ്ണമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അധികാരം. ലോക്കൽ അതോറിറ്റീസ് എന്നാൽ തദ്ദേശ അധികാരികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പൊസസ് എന്നാൽ കൈവശമാക്കുക എന്നുള്ള അർത്ഥമാണ്. ഇത്തരം സ്ഥലങ്ങൾ വെട്ടിത്തെളിക്കാൻ ഭൂമിയുടെ ഉടമയെ കണ്ടെത്താനോ തിരിച്ചറിയാനോ കാത്തിരിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു. അത്തരം നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ദ റൂളിംഗ് വാസ് പാസ്ഡ്. ഈ വിധി പ്രസ്താവിക്കപ്പെട്ടത് ബൈ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണനാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. വൈൽ ഹിയറിംഗ്, വൈൽ എന്നാൽ അതിനിടയിൽ, വൈൽ ഹിയറിംഗ് എ പെറ്റീഷൻ. പെറ്റീഷൻ എന്നാൽ ഹർജി, വൈൽ ഹിയറിംഗ് എന്നാൽ പരിഗണിക്കുന്നതിനിടെ. ഫയൽഡ് ബൈ ജി വർഗീസ്. ജി വർഗീസ്, എ റെസിഡൻറ്റ് ഓഫ് തെക്കേക്കര ഇൻ മാവേലിക്കര. മാവേലിക്കര തെക്കേക്കരയിലുള്ള ഒരു സ്വദേശിയാണ് ജി വർഗീസ്. അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഹർജി അതിനിടയിലാണ് ഇദ്ദേഹം ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഈ വിധി പുറപ്പെടുവിച്ചത്. ജി വർഗീസ് ഹാഡ് അപ്രോച്ച്ഡ് ദ കോർട്ട്. അപ്രോച്ച് എന്നാൽ സമീപിക്കുക. ജി വർഗീസ് കോടതിയെ സമീപിച്ചു. ഹൈലൈറ്റിംഗ്, പ്രമുഖമാക്കി കാട്ടിക്കൊണ്ട് ദ സിവിയർ ത്രെട്ട്. സിവിയർ എന്നാൽ തീവ്രമായ എന്നുള്ള അർത്ഥമാണ്. വളരെ ഗൗരവമായിട്ടുള്ള ഭീഷണി. ത്രെട്ട് എന്നാൽ ഭീഷണി. പോസ്റ്റ് ബൈ വെനമസ് ക്രീച്ചേഴ്സ്. വെനമസ് ക്രീച്ചേഴ്സ് എന്നാൽ വിഷജന്തുക്കൾ എന്നുള്ള അർത്ഥമാണ്. ക്രീച്ചേഴ്സ് എന്നാൽ ജീവികൾ. സ്ട്രേയിങ് ഫ്രം എൻ അഡ്ജസൻറ്റ്. സ്ട്രേയിങ് എന്നാൽ അലഞ്ഞു നടക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന. അഡ്ജസൻറ്റ് എന്നാൽ സമീപത്തുള്ള എന്നുള്ള അർത്ഥമാണ്. അബാൻഡൻഡ് പ്ലോട്ട്, ഉപേക്ഷിക്കപ്പെട്ട ഭൂമി, ഉപേക്ഷിച്ചിട്ടുള്ള ഭൂമി. തൊട്ടടുത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട പറമ്പിൽ നിന്ന് വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവികൾ വീട്ടുപരിസരത്തേക്ക് വരുന്നത് വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നുവെന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജി വർഗീസ് കോടതിയെ സമീപിച്ചത്. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ദ ഹൈക്കോർട്ട് ക്ലാരിഫൈഡ്. ഹൈക്കോടതി വ്യക്തമാക്കി ദാറ്റ് ദിസ് ഡയറക്റ്റീവ് എന്നാൽ ഇവിടെ ഉത്തരവ് എന്നുള്ള അർത്ഥമാണ്. ഹൈക്കോടതി വ്യക്തമാക്കി ദിസ് ഡയറക്റ്റീവ്, ഈ നിർദ്ദേശം, ഈ ഉത്തരവ് ഈസ് സ്ട്രിക്റ്റ്ലി അപ്ലിക്കബിൾ. സ്ട്രിക്റ്റ്ലി എന്നാൽ കർശനമായി എന്നുള്ള അർത്ഥം, പൂർണ്ണമായി എന്നാണ് അർത്ഥം. സ്ട്രിക്റ്റ്ലി അപ്ലിക്കബിൾ. അപ്ലിക്കബിൾ എന്നാൽ ബാധകമായ എന്നുള്ള അർത്ഥം, യോജിക്കുന്ന ഇതൊക്കെയാണ് അർത്ഥം. ടു ഓൾ ലോക്കൽ ബോഡീസ് അക്രോസ് ദ സ്റ്റേറ്റ്. സംസ്ഥാനത്ത് ആകമാനമുള്ള എല്ലാ ലോക്കൽ ബോഡികളിലും ഇതാണ് അർത്ഥം. അക്രോസ് ദ സ്റ്റേറ്റ് എന്നാൽ സംസ്ഥാനം, ആകമാനം. ഈ ഉത്തരവ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഒരുപോലെ കർശനമായിട്ട് നടപ്പിലാക്കേണ്ടതാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതോറിറ്റി അണ്ടർ പഞ്ചായത്ത് രാജ് ആക്ട്. അതോറിറ്റി എന്നാൽ അധികാരം, ആക്ട് എന്നാൽ നിയമം. പഞ്ചായത്ത് രാജ് നിയമപ്രകാരമുള്ള അധികാരം. ദ കോർട്ട് നോട്ടഡ്. കോടതി ചൂണ്ടിക്കാട്ടി, കോടതി നിരീക്ഷിച്ചു ദാറ്റ് ഇഫ് എ സിറ്റുവേഷൻ പോസസ് എനി ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ടു പബ്ലിക് ലൈഫ്. പോസസ് എൻ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ടു പബ്ലിക് ലൈഫ്. ഇതിനർത്ഥം പൊതുജനങ്ങളുടെ ജീവന് അടിയന്തര ഭീഷണി സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥം. ടു പബ്ലിക് ലൈഫ് എന്നാൽ പൊതുജനങ്ങളുടെ ജീവന്. പൊതുജനങ്ങളുടെ ജീവന് അടിയന്തരമായിട്ട് ഭീഷണി നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അത്തരം സന്ദർഭത്തിൽ അതോറിറ്റീസ് ആർ നോട്ട് റിക്വയർ എന്നാൽ ആവശ്യമായി വരിക എന്നുള്ള അർത്ഥമാണ്. അതോറിറ്റീസ് ആർ നോട്ട് റിക്വയർഡ്. അധികാരികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ടു ഇഷ്യൂ എ നോട്ടീസ്. ഒരു നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ടു ദ ഓണർ. ഉടമസ്ഥന് നോട്ടീസ് നൽകേണ്ടതിൻ്റെ ആവശ്യമില്ല. ആൻഡ് വെയിറ്റ് ഇൻഡെഫിനിറ്റ്ലി. ഇൻഡെഫിനിറ്റ്ലി എന്നാൽ അർത്ഥം അനന്തമായി,
വെയിറ്റ് ഇൻഡെഫിനിറ്റ്ലി എന്നാൽ അനിശ്ചിതകാലം എന്നുള്ള അർത്ഥമാണ്. അനിശ്ചിതകാലം കാത്തിരിക്കുക. ഫോർ എ റെസ്പോൺസ് ഒരു മറുപടിക്ക് വേണ്ടിയിട്ട്. ഒരു സാഹചര്യം പൊതുജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭത്തിൽ ഭൂമിയുടെ ഉടമസ്ഥന് നോട്ടീസ് നൽകുകയും മറുപടിക്കായിട്ട് അനിശ്ചിതകാലം കാത്തിരിക്കുകയും ചെയ്യേണ്ട ബാധ്യത അധികാരികൾക്കില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. കോടതി പറഞ്ഞു, ജനങ്ങളുടെ ജീവന് പെട്ടെന്ന് ഭീഷണി അപകടമുണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ സ്ഥലത്തിൻ്റെ ഉടമയെ കണ്ടെത്തി നോട്ടീസ് നൽകി മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യം അധികാരികൾക്ക് ഇല്ല. അധികാരികൾക്ക് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാം എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അണ്ടർ സെക്ഷൻസ് 238 and 239 ഓഫ് ദ കേരള പഞ്ചായത്ത് രാജ് ആക്ട്. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ 238, 239 വകുപ്പുകൾ പ്രകാരം ലോക്കൽ ബോഡീസ് ആർ ഫുള്ളി എംപവേർഡ്. ഫുള്ളി എംപവേർഡ് എന്നാൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഫുള്ളി എന്നാൽ മുഴുവനായും, എംപവർ എന്നാൽ അധികാരം നൽകുക എന്നുള്ള അർത്ഥമാണ്. ലോക്കൽ ബോഡികൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അധികാരം നൽകിയിട്ടുണ്ട്. ലോക്കൽ ബോഡീസ് ആർ ഫുള്ളി എംപവേർഡ്. എന്തിനുള്ള അധികാരം? ടു എലിമിനേറ്റ് എന്നാൽ ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥമാണ്, ഒഴിവാക്കുക. സച്ച് പബ്ലിക് ന്യൂസൻസ് എന്നാൽ ഉപദ്രവം എന്നുള്ള അർത്ഥമാണ്, ശല്യം. പബ്ലിക് ന്യൂസൻസ് എന്നാൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ അപകടമോ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ ഈ വകുപ്പുകൾ പ്രകാരം ഇത്തരം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടും അപകടവും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. അവർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് എന്ന് കോടതി പറഞ്ഞു, വ്യക്തമാക്കി. ഈവൻ ഇഫ് ദ ലാൻഡ് ഓണർ ഈസ് അൺട്രേസബിൾ. അൺട്രേസബിൾ എന്നാൽ കണ്ടെത്താൻ പറ്റാത്ത എന്നുള്ള അർത്ഥമാണ്. ലാൻഡ് ഓണർ എന്നാൽ ഭൂ ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ദ പഞ്ചായത്ത് മസ്റ്റ് ഇൻ്റർവീൻ എന്നാൽ ഇടപെടുക എന്നുള്ള അർത്ഥമാണ്. പഞ്ചായത്ത് തീർച്ചയായും ഇടപെടണം. ഇൻ്റർവീൻ ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ്, സ്വമേധയാ ഇടപെടുക എന്നുള്ള അർത്ഥമാണ്. ഇൻ്റർവീൻ ഓൺ ഇറ്റ്സ് ഓൺ അക്കോർഡ്. ടു ക്ലിയർ വൃത്തിയാക്കാൻ വേണ്ടി. ദി ഓവർഗ്രൗൺ വെജിറ്റേഷൻ. ഓവർഗ്രൗൺ വെജിറ്റേഷൻ എന്നാൽ കാട് പിടിച്ച പ്രദേശം എന്നുള്ള അർത്ഥമാണ്. കാട് പിടിച്ച് വളർന്നിട്ടുള്ള കുറ്റിച്ചെടികൾ. വെജിറ്റേഷൻ എന്നാൽ സസ്യജാലം, ചെടിയുടെ വളർച്ച. ഓവർഗ്രൗൺ എന്നാൽ കാട് പിടിച്ച എന്നുള്ള അർത്ഥമാണ്. കണക്കിലേറെ വളർന്ന്, അമിതമായിട്ട് വളർന്ന് കാട് പിടിച്ച, ഇതൊക്കെയാണ് അർത്ഥം. ഭൂ ഉടമയെ കണ്ടെത്താനായിട്ടില്ലെങ്കിലും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലത്തെ അമിതമായിട്ട് വളർന്നിട്ടുള്ള സസ്യജാലങ്ങൾ വെട്ടിമാറ്റാൻ പഞ്ചായത്ത് സ്വമേധയാ തീർച്ചയായും ഇടപെടണം. ദി എക്സ്പെൻസസ്, ചിലവുകൾ. ഇൻകേർഡ് ഫോർ ദ ക്ലീനപ്പ് എന്നാൽ വൃത്തിയാക്കുക. ആ കാട് വെട്ടി വൃത്തിയാക്കാനുള്ള അതിൻ്റെ ചിലവുകൾ. ക്യാൻ ബി ലീഗലി റിക്കവർ എന്നാൽ വീണ്ടെടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഫ്രം ദി ഓണർ, ഉടമസ്ഥൻ്റെ അടുക്കൽ നിന്നും ആ പണം നിയമപരമായിട്ട് വീണ്ടെടുക്കാൻ സാധിക്കും. വൺസ്, ഒരിക്കൽ. ദേ ആർ ഐഡൻറ്റിഫൈഡ്, ദ കോർട്ട് ആഡഡ്. വൺസ് ദേ ആർ ഐഡൻറ്റിഫൈഡ് എന്നാൽ അവരെ കണ്ടെത്തുമ്പോൾ എന്നുള്ള അർത്ഥമാണ്. ദ കോർട്ട് ആഡഡ് എന്നാൽ കോടതി ചേർത്തു പറഞ്ഞു. ഈ കാട് വെട്ടി വൃത്തിയാക്കാനുള്ള അതിൻ്റെ ചിലവ് പിന്നീട് ഉടമയെ കണ്ടെത്തുമ്പോൾ നിയമപ്രകാരം അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാം എന്ന് കോടതി പറഞ്ഞു, കോടതി ചൂണ്ടിക്കാട്ടി.